എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഇവനെ അന്വേഷിച്ച് അവൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവൻ അവിടെ തല ഇറങ്ങി കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ഇവൻ ക്ലോത്തൊക്കെ അടുക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് തല ഇറക്കം വരികയും തല ഇറങ്ങി വീഴുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അവൻ്റെ ബോയ് ഫ്രണ്ട് വരുന്നത് വരെയും അവൻ ബോധമില്ലാതെ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഉടനെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറയാണ്. ഇവനും അവൻ്റെ കണ്ടീഷനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. അവൻ അത്രയും നേരം തലകറങ്ങി ഒറ്റയ്ക്ക് കിടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവന് വല്ലാത്ത രീതിയിൽ വിഷമമൊക്കെ ഉണ്ട്. ഇവൻ തലകറങ്ങി കിടക്കുന്ന സമയത്തും അവൻ്റെ മൈൻഡിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ പെട്ടെന്ന് അവനെ കാണാൻ വേണ്ടി വരുന്നതും ആ സമയത്താണ് അവൻ തലകറങ്ങി കിടക്കുന്നത് കാണുന്നത്. ഇവനൊരു ആപത്ത് സംഭവിക്കുമ്പോൾ അത് അവൻ്റെ ബോയ് ഫ്രണ്ടിന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഫീലിങ്സ് കറക്റ്റായിരുന്നു. അവൻ അവിടെ വന്ന സമയത്ത് അവൻ ഒട്ടും സുഖമില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുവിധം അവൻ കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. കണ്ണ് തുറക്കുന്ന സമയത്ത് ഇവൻ ഒരുപാട് വിഷമിച്ച് ഇരിക്കുന്നത് കണ്ടിട്ട് ഇവനാണെങ്കിൽ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ സമാധാനിപ്പിക്കുകയും അവനെ കയ്യിലൊരു കിസ്സൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. എന്നാലും അവൻ്റെ മനസ്സിൽ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. അവന് കറക്റ്റ് സമയത്ത് അവനെ വന്ന് കാണാൻ പറ്റാത്തതിലുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അവന് കുറച്ചധികം നേരം അവിടെ ബോധമില്ലാതെ കിടക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ കാരണമാണ് അവന് വിഷമം വന്നത്. എന്നാലും ഇവൻ്റെ ആ ഒരു ഫീലിങ്സ് കാരണമാണ് ഇവനെ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. ഇവരുടെ ആ ഒരു കെമിസ്ട്രിയൊക്കെ ഈ ഡ്രാമയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ലൊരു കപ്പിൾസ് തന്നെയായിരുന്നു. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്